സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സാധാരണയായി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുകളെ കുറിച്ച് വാർത്തകൾ വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് എത്ര രൂപയുടെ ലാഭമുണ്ടായി എന്നാണ്. എന്നാൽ ഇത്തവണ ചർച്ചാ വിഷയം പണമല്ല, മറിച്ച് ഒരു ചിത്രമാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നതിന്റെ ഭാഗമായി US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ഓഫീസ് പുറത്തുവിട്ട ഒരു ഗ്രാഫിക്കൽ ചിത്രത്തിൽ ഇന്ത്യയുടെ ഭൂപടം എങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് കണ്ടാൽ ആരും ഒന്ന് അമ്പരന്നു പോകും. അവിഭക്ത ഭാരതം, അതായത് പാക് അധീന കാശ്മീരും അക്സാസ് ചിനും ഉൾപ്പെടെയുള്ള മുഴുവൻ കാശ്മീരും ഇന്ത്യയുടെ ഭാഗമായി അമേരിക്ക ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഇതിന് പിന്നിലെ രാഷ്ട്രീയം? നമുക്ക് നോക്കാം. അടുത്തിടെ നടന്ന ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾക്ക് ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് അവരുടെ എക്സ് ഹാൻഡിലിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നികുതി കുറച്ചതിനെ കുറിച്ചുള്ള വിവരണങ്ങളായിരുന്നു അത്. അതിൽ പശ്ചാത്തലമായി നൽകിയിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടത്തിലാണ് ഈ വലിയ മാറ്റം ശ്രദ്ധയിൽപ്പെട്ടത്. പാകിസ്ഥാന്റെ കൈവശമുള്ള കാശ്മീരോ ചൈനയുടെ കൈവശമുള്ള അക്സാസ് ചിഹ്നോ വേർതിരിക്കാതെ ജമ്മു കാശ്മീരിൽ മുഴുവനായും ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഭൂപടത്തിൽ ഉള്ളത്. സാധാരണ തർക്കപ്രദേശം എന്ന കാരണം കാട്ടി അമേരിക്ക ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾപ്പെടുത്താത്ത സ്ഥലങ്ങളാണിവ എന്ന് ഓർക്കണം. എന്തുകൊണ്ടാണ് ഇതൊരു വലിയ വാർത്തയാകുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അല്പം പിന്നോട്ട് പോകേണ്ടി വരും. ദശാബ്ദങ്ങളായി അമേരിക്ക ഈ വിഷയത്തിൽ ഒരു നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നത്. മുമ്പ് അമേരിക്ക പുറത്തിറക്കിയിരുന്ന ഇന്ത്യൻ ഭൂപടങ്ങളോ അമേരിക്കൻ വെബ്സൈറ്റുകളോ ശ്രദ്ധിച്ചാൽ കാണാം, കാശ്മീരിനെ അവർ പലപ്പോഴും ഡോട്ടഡ് ലൈനുകൾ ഉപയോഗിച്ചാണ് അടയാളപ്പെടുത്തിയിരുന്നത്. 2011 US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട മാപ്പിൽ പാക് അധീന കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമായിട്ടാണ് കാണിച്ചത്. അന്ന് ഇന്ത്യ ശക്തമായി പ്രതിഷേധിച്ചു. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ പറഞ്ഞു, ഇന്ത്യയുടെ അതിർത്തി തെറ്റായി കാണിക്കുന്നത് അംഗീകരിക്കാനാവില്ല. തുടർന്ന് പ്രതിഷേധങ്ങൾക്കൊടുവിൽ അവർ ഡോട്ടഡ് ലൈനുകൾ ഉപയോഗിച്ച് ആ മേഖലയെ ലൈൻ ഓഫ് കൺട്രോളായി അടയാളപ്പെടുത്തുന്ന നയതന്ത്ര ശൈലി സ്വീകരിച്ചു. അതേ രീതി തന്നെയാണ് പിന്നീടും അമേരിക്ക പിന്തുടർന്നു പോയത്. എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ലാതെ കാശ്മീർ മുഴുവൻ ഇന്ത്യയുടേതാണെന്ന് അമേരിക്കയുടെ ഔദ്യോഗിക ഏജൻസി തന്നെ അംഗീകരിച്ചിരിക്കുന്നു. ഇതൊരു വലിയ നയതന്ത്ര വിജയമാണ്. ലോകം ഇന്ത്യയെ കാണുന്ന രീതി മാറുന്നു എന്നതിന്റെ വലിയൊരു തെളിവാണ്. കാശ്മീർ വിഷയം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്നും അതിൽ മറ്റാർക്കും അവകാശമില്ലെന്നുമുള്ള ഇന്ത്യയുടെ നിലപാടിന് അമേരിക്ക നൽകുന്ന നിശബ്ദമായ അംഗീകാരമാണിത്. താരഭീഷണികൾ ഉയർത്തി ഇന്ത്യയെ പ്രതിരോധിക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കേണ്ടി വരുന്നത് ആഗോള വിപണിയിൽ ഇന്ത്യയുടെ ശക്തി വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഇറക്കുമതി നികുതി കുറയ്ക്കുകയും വിപണി തുറന്നു കൊടുക്കുകയും ചെയ്തതോടെ പകരമായി ഇന്ത്യയുടെ പരമാധികാരത്തെ അംഗീകരിക്കുന്ന ഇത്തരം നയതന്ത്ര നീക്കങ്ങൾ നടത്താൻ അമേരിക്ക നിർബന്ധിതരാകുകയാണ്. ഈ മാപ്പ് പുറത്തു വന്നതോടെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നത് പാകിസ്ഥാനും ചൈനയും തന്നെയാണ്. കാശ്മീർ വിഷയം ആഗോളതലത്തിൽ ചർച്ചയാക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന അമേരിക്ക ഇപ്പോൾ ഇന്ത്യയുടെ പക്ഷത്തേക്ക് ചായുന്നത് കനത്ത പ്രഹരമാണ്. അക്സാസ് ചിൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഭൂപടം അംഗീകരിക്കപ്പെടുന്നത് ചൈനയ്ക്കും വലിയൊരു അടിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ അമേരിക്ക പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. അമേരിക്ക ഇതൊരു നയപരമായ മാറ്റമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇത്തരം ചെറിയ മാറ്റങ്ങൾ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ്. കാശ്മീർ ഇന്ത്യയുടെ ഹൃദയമിടിപ്പാണ്. ആ മണ്ണ് മുഴുവൻ നമ്മുടേതാണെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ലോക പോലീസായ അമേരിക്ക തന്നെ അത് ലോകത്തെ കാണിക്കുമ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര കരുത്തിന്റെ അടയാളമായി അത് മാറുന്നു.